ഹലോ ടീമേ, നമസ്കാരമുണ്ട്. അപ്പോൾ അടൂരേക്കുള്ള യാത്രയുണ്ടാ. അപ്പോൾ താര ഓട്ടിടാൻ വേണ്ടി പോയേക്കണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടിടാൻ പോയിട്ട് 2-3 ദിവസമൊക്കെ നിന്നിട്ട് വന്നാതെന്ന് പറഞ്ഞു വീട്ടിൽ. അപ്പോൾ ഞാൻ അടൂര് പോണേ താര കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പോണേട്ടാ. ജിബിനല്ലേ ഈ പ്രാവശ്യം നമുക്ക് ആഷ്ലിയാണ് ഉള്ളത്. ആഷ്ലി നേരത്തെ എൻ്റെ കൂടെ ഉണ്ടായതാണ് കേട്ടോ. കുമ്പളെങ്കിലാണ് വീട്. ഞങ്ങൾ ഒരുപാട് വർഷം കൂടെ ഉണ്ടായതാണ്. അപ്പോൾ ജിബിന് ഇന്ന് ലീവാണ്. അപ്പോൾ ഈ താരനെ ഒന്ന് വിളിച്ചു നോക്കാം, എവിടെ എന്താണ് വിശേഷം എന്ന് ചോദിക്കുക. ഞാൻ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വിളിക്കട്ടെ ചേട്ടാ. ഹലോ, എവിടെയാണ്? ഞാനിപ്പ ചെങ്ങന്നൂര് കഴിഞ്ഞ്. എവിടെയുണ്ട്? അടൂരുണ്ടാ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അടൂരിൽ ലൊക്കേഷൻ വിട്ട് തരുമോ? എന്താ പരിപാടി? ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാ? 11:50 വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എവിടെയാ? അടൂരല്ലേ? ലൊക്കേഷൻ അയച്ചേക്ക്. എവിടെയാണ്? പർച്ചേസിന് പോണേണോ? ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നയാ. ആരൊക്കെയുണ്ട് കൂടെ? ജിജിമോളും നയമയുണ്ട്. നയമയും ജിജിമോളും ഉണ്ട്. അപ്പൊ നമുക്ക് അതെ, വരുമ്പോഴേ ഒരു വെള്ളം വാങ്ങിക്കൊണ്ട് വരുമോ? കുടിക്കണുള്ളൂ അല്ലേ? വെള്ളമല്ല, മാംഗോയോ ഫ്രൈറ്റോ. അത് മേടിച്ചിട്ട് വരാം. ഒരുമിച്ച് ഇപ്പൊ ചെങ്ങന്നൂര് കഴിഞ്ഞോളൂ. 1 മണിക്കൂർ യാത്രയുണ്ട്. ഇനി 1 മണിക്കൂറും കൂടി കാണിക്കുന്നുള്ളൂ. ചെങ്ങന്നൂര് കഴിഞ്ഞോളൂ. ഇനി പന്തളം ഉണ്ട്, അടൂരുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് കഴിയുവാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാട്ടോ. അപ്പൊ നീ നിക്കണ സ്ഥലത്തേ ഇപ്പൊ ഷോപ്പിങ്ങിന്റെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ തൽക്കാലം വിട്. അല്ല, പെട്ടെന്ന് കഴിയുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണ്ട. അടൂര് വരുമോ? അപ്പൊ ഞങ്ങള് ഓൾറെഡി അടൂരുണ്ട്. നമുക്കേ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അതിൽ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഞാൻ വെള്ളം മേടിച്ചിട്ട് വരാം. മാംഗോ ജ്യൂസ് അല്ലേ വേണ്ട? ജ്യൂസ് എന്തായാലും മതി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ മേടിച്ചിട്ട് വരാം കേട്ടാ. ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം. അപ്പൊ അവരെത്തിയേട്ടാ. കേറല്ലേ കേറല്ലേ കേറല്ലേ. പിടി പിടിക്ക്. ഹലോ, വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. പിടിച്ചാ മൈക്ക് വെച്ച് സംസാരിക്കേ. യാത്ര നിങ്ങളുടെ അവിടെ വന്നപ്പോൾ ബ്ലോക്കായി. അവരൊക്കെ പരിചയപ്പെടുത്ത്. പൊന്നൂസിന് ചേച്ചിയാ ഇത്, നയമ. അടുക്കത്തതെന്ന് ഇപ്പൊ പേര് പറഞ്ഞു പരിചയപ്പെടുത്ത്. നമ്മളന്ന് പരിചയപ്പെട്ടതാ. താരയുടെ ഫാമിലിനെ എല്ലാരെയും പരിചയപ്പെടുത്തണം എന്ന് പറയണ. ചൂടുണ്ടാ? മൈക്ക് തിരിച്ചു പിടിക്ക്. എന്ത് സാധനം? എന്ത് സാധനം മേടിക്കണം? അപ്പൊ നമ്മള് എവിടെ പോവാ? നമ്മളിനി ഫുഡ് കഴിക്കാൻ സ്ഥലം അറിയോ? കണ്ടുപിടിച്ചു പോവാ. ചോദിച്ചു പോവാ. ഇപ്പൊ നിക്കണ സ്ഥലത്തിന്റെ പേര് എന്താ? അടൂര്. എന്ത് കഴിക്കാൻ ആഗ്രഹം? ബിരിയാണി. ചോറ് കഴിക്കണ കൂട്ടത്തിലുണ്ടായി ആരെങ്കിലും? അപ്പൊ ഞാനും ബിരിയാണി കഴിക്കാൻ വേണ്ടി പോണം. ആശ്രയിക്ക് എന്താണോ? ബിരിയാണി കഴിക്കാം. ഗ്യാസിന്റെ പ്രശ്നമുള്ളതാണ്. ബിരിയാണി ഉണ്ടാവോ? നയമക്ക് എന്താ ഇഷ്ടം? ഞാൻ കണ്ട്. നയമക്ക് ബിരിയാണി ഇഷ്ടം. നയമനെ മനസ്സിലായി എല്ലാവർക്കും. നമ്മുടെ പൊന്നൂസിന്റെ ചേച്ചിയാ. ഇടക്കിടക്ക് പറയണേ, പൊന്നൂസ് ഫേമസ് അല്ലേ? താര എന്തെങ്കിലും സംസാരിച്ചു? നിന്നെ കാണാനായിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര പ്രശ്നങ്ങളാ. പറഞ്ഞ
എവിടെ പോയിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ വോട്ട് ചെയ്യാൻ പോയത്. വോട്ട് ചെയ്യാൻ പോയിട്ട് വീട്ടിൽ 2 ദിവസമായിട്ട് വന്നില്ല. ഞാൻ പറഞ്ഞിട്ടാ 2 ദിവസം നിന്നിട്ടൊന്നും അതിന്. എനിക്ക് ബാങ്കിലൊന്ന് പോണായിരുന്നു കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു 2 ദിവസം. നയമനെ ശരിക്കും കാണിക്ക്. നയമനെ ശരിക്കും പരിചയപ്പെടുത്തി. നയമ എത്ര പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. ചേട്ടാ എന്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് എന്തിനാ ചേട്ടാ പെട്ടെന്ന് വന്നേ? എങ്ങനെ ചേട്ടനല്ലേ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 2 ദിവസം ആയില്ലേ? പിന്നെ ചേട്ടൻ പറഞ്ഞില്ലേ കുറച്ചു നേരം നിന്നിട്ട് വന്നാ മതി എന്ന് പറഞ്ഞല്ലോ. 2 ദിവസം കൂടി നിന്നിട്ട് വന്നാൽ ഞാനും കൂടി കൂടെ നിൽക്കാം. നയമനെ കുറിച്ച് പറ. നയമ ഭയങ്കര പഠിപ്പിച്ചല്ലേ? താര പറ. ഞാൻ നയമയുടെ സ്കൂളിൽ പോയിട്ടുണ്ടായി. അപ്പൊ നയമ ഇത് ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള പ്രൈസ് ഒക്കെ മേടിച്ച്. എത്ര കിലോ പഠിക്കണെന്നൊക്കെ പരിചയപ്പെടുത്തി താര? 9ലേക്ക് ആകാൻ പോണ്. പൊന്നൂസ് എത്രയിലേക്ക് ആവും? ഒന്നും കാണിക്കാൻ പറ്റില്ല, തിരിക്കാൻ പറ്റില്ല ക്യാമറ. ഇനി നമുക്കൊരു ബ്ലോഗ് നിങ്ങളുടെ സ്ഥലങ്ങളെല്ലാം കാണിച്ച് ചെയ്യാം. രണ്ടാമത് എടുക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ എവിടേക്കാ? വീട്ടിലേക്ക് പോവാം. അവിടെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ? ഒരു ഗ്രാമം മുഴുവനും ഉണ്ടോ ഇപ്രാവശ്യം? BBS ഇല്ല ഇന്ന്. അപ്പൊ ഞങ്ങള് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോണുണ്ട്. അത് കഴിഞ്ഞ് കഴിച്ചിട്ട് നേരെ കടമ്പനാട് ബിരിയാണി കഴിക്കണം. നമുക്ക് കാണിക്കണം കുറച്ച്. ഓക്കെ ഓക്കെ. ഹോട്ടല് നോക്കി നടന്ന് ഇപ്പൊ 2-3 കിലോമീറ്റർ ആയിട്ട്. എല്ലാ കടയും അമ്മച്ചിയുടെ അല്ലേ? ഒരു അമ്മച്ചിക്കടയുണ്ട്. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അടൂര് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന അമ്മച്ചിക്കടയില് ബിരിയാണി ഉണ്ടാവുള്ളൂ, ചോറ് ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. അത്രക്ക് വിശക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ എത്ര കട നോക്കിയാമ്മ? കൊറേ കട 2-3 കിലോമീറ്റർ താണ്ടി അവസാനം ഒരു കട കണ്ടെത്തി. ഇവിടുന്ന് കഴിക്കാല്ലേ? എന്താ പേര് കടന്ന? കയറിക്കോന്നാ. ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി തന്നെ മേടിച്ചേട്ടാ. അപ്പം 3 ബിരിയാണിയും ഒരു ചോറുമാണ് മേടിച്ചത്. ആഷ്ലി ചോറാണ് കഴിക്കണത്. പിള്ളേരായതുകൊണ്ട് ബിരിയാണി ഫുള്ള് കഴിക്കൂല. ഒടുക്കത്തെ തിരക്കാണ്ടായി ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് 20 മിനിറ്റ് ഇരുന്നിട്ട് ബിരിയാണി കിട്ടിയത് കേട്ടോ. ചോറാണെങ്കിൽ അപ്പം തന്നെ കിട്ടും. ബിരിയാണി ഒരു മന്തിയുടെ ടേസ്റ്റ് ആകുന്നുണ്ട്. ഒരു പ്രത്യേക ബിരിയാണിയാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് കഴിക്കുന്ന പോലെയല്ല. ഒരു മന്തി റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടായിരിക്കണത്. ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു ബിരിയാണി വെച്ചാൽ 2 പേർക്ക് കഴിക്കാം. 3 ബിരിയാണി വെച്ചിട്ട് തന്നെ അത് ഞങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. 2 ബിരിയാണി മതിയായിരുന്നു 4 പേർക്ക്. ഇവരൊക്കെ ഒന്നും അധികം കഴിക്കൂലേ. ഇവർക്കൊക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. അടിപൊളിയായിരുന്നു. 2 ലൈം ജ്യൂസൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാൻ പോണേണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. ഫുള്ള് മേടിച്ചോണ്ട് അത് ഹാഫ് മേടിച്ചാൽ മതിയായിരുന്നു. എങ്ങനെയാണ് റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ബിരിയാണി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഒരു മന്തി റൈസായി പോയത്. എരി കൂടുതലായിരുന്നാ ചിക്കന്? എല്ലാം കൊള്ളാം. നമുക്കിനി അടുത്ത എങ്ങോട്ട് പോകണം? വീട്ടിലേക്ക് പോവാം അല്ലേ? എൻ്റെ ഇടയ്ക്ക് നമുക്കേ ഒരു ചെറിയ പെട്ടിക്കടയിൽ നിർത്തണം വണ്ടി. കടമ്പനാട് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനുണ്ട് ഏട്ടാ. വഴി പറഞ്ഞു കൊടുക്കണം കേട്ടാ. ഇനി അങ്ങോട്ടുള്ള വഴി നമ്മുടെ മേപ്പാരാണെന്ന് അറിയാമോ? താരയാണ് ഇനി മേപ്പ് അല്ലേ? പോയാലോ? അപ്പൊ കടമ്പനാട് എത്തി. അവിടെ നിക്കണം കേട്ടോ. ബസ് സ്റ്റോപ്പിന്റെ കണ്ടോ? നമുക്ക് റൈറ്റ് പോണം. കടമ്പനാട് ആരുടെ സ്ഥലമാ? ഞങ്ങളുടെ സ്ഥലം. കടമ്പനാടിന്റെ പ്രത്യേകത എന്താ? ജയ്. കടമ്പനാട് ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഒരുപാട് സ്നേഹമുള്ള നല്ല ആൾക്കാരുണ്ട് അല്ലേ? സ്നേഹമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ സ്വർഗം ഒന്ന് പേരിട്ടാ മതി. സ്വർഗം. ചെറിയൊരു സ്വർഗം തന്നെയാണ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ സ്കൂള് കേട്ടാ. ഗേൾസ് സ്കൂള്. ഈ വഴി പോണം.
സ്കൂളൊക്കെ നമുക്ക് ഒരു ബ്ലോഗിൽ കാണിക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഞാൻ പറഞ്ഞ പെട്ടിക്കടയിൽ നിർത്തണ്ടേ? ഇവിടെ അല്ല കുറച്ചും കൂടി പോണം. അപ്പൊ കുറച്ചും കൂടി പോയിട്ട് പെട്ടിക്കട നിർത്തി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പൊ എത്തിയേട്ടാ, പെട്ടിക്കട എത്തി. പെട്ടിക്കട അല്ല ചേട്ടാ, ബേക്കറിയാണോ? ഞങ്ങൾ പെട്ടിക്കട എന്ന് പറയുള്ളൂ. അപ്പൊ താരയാണ് ക്യാമറ മാറ്റി. ഇതൊന്നും എടുത്താലോ? പഴുത്ത് നോക്കി എടുക്കട്ടെ. ചൂടല്ലേ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് തൂക്കണം ചേട്ടാ. ഇത് നോക്കിക്കോ, ഇത് കവറിലായിക്കോ. ഇനി നമുക്കേ ഏതാ മേടിക്കാനാ? നമ്മുടെ വെല്ലുമ്മച്ചിക്ക് ഇത് ഒരെണ്ണം. ഇതെന്താ ഈ നമ്മുടെ ട്രാക്ക് പാൻറ്റസി ഉണ്ടാ? അതാ, അതിന് 3 എന്താ? ഡാർക്ക് ഫാൻറ്റസി ഇതൊരെണ്ണം. ഇതൊരു കവറിലാക്കി. ടാക്ക് ഫാൻറ്റസി അതും കൂടി ഒരു കവറിലാക്കി. അതല്ലേ ടാക്ക് ഫാൻറ്റസി ഒരെണ്ണം, 2 വേറെ കവറിൽ. വേറെ ഏത് മണിക്ക് എന്താ പൊന്നൂസ് എന്തെങ്കിലും ഒരു കവറിൽ. ബണ്ണ് മേടിക്കണം, ക്രീം ബണ്ണ്. ലേസ് ഉണ്ടേ? ലേസ് എവിടെ ഇരിക്കണം ലേസ്? ഇവിടെ കൊണ്ടോ ലേസ്? എത്ര പേരുണ്ട് അവിടെ? ഇപ്പം അവിടെ പൊന്നൂസ് മാത്രമേ ഉള്ളൂ. 3 മേടിച്ചോളാം അല്ലേ? ഈ ലേസ് അല്ലേ വേണേ പച്ച? ക്രീം ബണ്ണും കൂടി മേടിച്ചു. ആൾക്ക് ക്രീം ബണ്ണ് മേടിക്കാം. കാപ്പി ഇട്ട് കൊടുക്കാം. കാപ്പി ഇട്ടിട്ടാ? ഇങ്ങനെ ചായ ഇട്ടിട്ട് കൊടുക്കാതെ. ചായ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും വാങ്ങിച്ചു. ക്രീം ബണ്ണ് മേടിക്കട്ടെ? ക്രീം ബണ്ണ് അതെ ഇതല്ലേ? എത്ര വേണം? 2 മേടിക്കാം. ഇരിക്കട്ടെ, ആളെണ്ണം കൂടുതലുള്ളതല്ലേ. എല്ലാം ബില്ലിട്ടോ. അപ്പോൾ അത്ര സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇരുട്ടാന്ന് തോന്നല്ലേ? കാണുന്നുണ്ടോ? അപ്പോൾ ഇനി വീട്ടിലിറങ്ങുമ്പോൾ കാണിക്കാം. ആരൊക്കെ ഉണ്ടെന്ന് നോക്കാമല്ല. ഒരു ഗ്രാമം മുഴുവനും കാത്തിക്കണ്ടെന്നറിയാം. പൊന്നൂസ് ഞങ്ങളുടെ പൊന്നൂസ്. നിങ്ങളെല്ലാവരും തിരക്കിയ പൊന്നൂസ്. പേടിച്ചിരിക്കണേ. അവിടെ ഇങ്ങനെ ഇപ്പഴത്തെ കൂടിയോ പൊന്നൂസേ? ഈ സൈഡിൽ കൂടിയാ പൊന്നൂസേ? പൊന്നൂസ് സമ്മാനം പിടിക്കാതെയും എല്ലാവർക്കും നമസ്കാരം എന്ന് പറ. എല്ലാവർക്കും പേരയ്ക്കും നമസ്കാരം, ചേച്ചിക്കും നമസ്കാരം. പല്ല എവിടെ പോയി കൊച്ചിൻ്റെ? ആരാ പേരൊക്കെ? വാ വന്നിട്ട് പോ. വാ പൊന്നിസ, എന്തെങ്കിലും പറ. എന്നാ മിണ്ടാത്തെ? അമ്മച്ചേക്ക് എന്തേന്ന് ചോദിക്ക്. പുതിയ വീട് ഏതാ? കൊള്ളാല്. ഇതാണ് പെരതാമസമുള്ളത്. ഇത് ആരുടെ വീടാന്ന് പറഞ്ഞു കൊടുക്ക്. പൊന്നിസ് ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവിടെ വന്നിട്ട് പറ. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ബിജു പപ്പയുടെ വീട്. ബിജു പപ്പയുടെ വീടൊന്ന് പരിചയപ്പെട്ടാലോ നമുക്ക്? ഓക്കേ. ഇതാരാ പറഞ്ഞത്? പൊടിയമ്മ? പൊടിയമ്മല്ലേ, വല്യമ്മ. വല്യമ്മ. കഴിക്കാൻ്റെ കൂടെ. ഹലോ, സുഖമല്ലേ? എവിടെ കൊണ്ടാ പൊടിയമ്മട? എന്തുവാ? കൊച്ചുമരുമോൻ തരും. പരിചയപ്പെടുത്ത്. വീടിന്റെ കാര്യം പരിചയപ്പെടുത്ത് പൊന്നിസേ. ഇതാണ് ഞങ്ങളുടെ ബിജു പപ്പ. ഇതാണ് ഞങ്ങളുടെ ബിജു പപ്പയുടെ വീട്. ഇവിടെ എല്ലാരും ഉണ്ട്. ഇവിടെ ആരും ഇല്ല ഇപ്പ. പോയി നമുക്ക് വീട്ടിൽ പോവാം. ഹലോ.
അമ്മച്ചി വീട്ടിലുണ്ട്, സുഖമാണ് അമ്മച്ചിക്ക്. നമുക്കിനി എന്ത് കറി വെക്കണം? പോയിട്ട് വന്നിട്ട് നമുക്ക് വെക്കാം. എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം. എന്താ വെക്കാൻ പറ്റുന്നത്? എന്താ വെക്കാൻ പറ്റുന്നത് പ്ലാൻ ചെയ്യാം. അപ്പൊ അന്ന് പോയിട്ട് വാ. ആയാലും നടക്ക് എല്ലാരും നടക്ക്. പൊന്നൂസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. എല്ലാം എടുത്തിട്ട് എന്തൊക്കെയാന്ന് നോക്ക്. അത് നോക്കിയത് എന്താണെന്ന് നോക്കിയത് അതിൻ്റെ ഉള്ളിൽ പൊളിച്ചു നോക്കിയത്. അയ്യോ പൊട്ടിപ്പോയി. എന്ത് സാധനം അത്? അച്ചപ്പം പൊട്ടിപ്പോയി. അടുത്ത സാധനം എടുക്ക്. ലേസ് ഉണ്ട്. പിന്നെ എത്ര ഡാർക്ക് ഫാന്റസി കേക്ക് ഉണ്ട്. ഞാൻ അടുത്ത പുതിയ എടുത്തോ കേക്ക് ഉണ്ട്. ഗേസ് എന്ന് പറ ആൾക്കാരുടെ പറ. ഇതെന്ത് സാധനമാ? ക്രീം കേക്ക്. ഇതെന്ത് സാധനം? അതെന്ത് സാധനം? പൊന്നൂസേ ചേച്ചിൻ്റെ അടുത്തൂടെ ചേച്ചി? അതിൻ്റെ പേരെന്താ? വാട്ടർ മെലൺ. നമുക്ക് ഒരു കത്തിയെടുത്ത് വാട്ടർ മെലൺ വെച്ചിട്ട് മാജിക് കാണിച്ചു തരാം. കുമ്മട്ടിക്ക ജ്യൂസ്. അത് കത്തിയെടുത്തുന്നതാരെ? ഞാനൊരു മാജിക് കാണിച്ചു തരാം. പൊന്നൂസേ ഞാനൊരു മാജിക് കാണിക്കട്ടെ. ഇങ്ങനെ പിടിച്ചിട്ട് ചിലപ്പോൾ പാളു കേട്ടോ. ഇങ്ങനെ അരിയണം. ഇങ്ങനെ അരിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോ എന്ത് വരും? എന്ത് വരും? റെഡ് കളർ വരും. അപ്പൊ ഇല്ല പാളുമില്ല. ഇതൊക്കെയല്ലേ പൊടിച്ചത്. ഞാനല്ല ഉച്ചിനോട് ഉദ്ദേശിച്ചത്. അതെങ്ങനെ ഒരു ഇത് ഇതെങ്ങനെയല്ല ഉച്ചിന് മുന്നേ ഞാനൊരു ഇത് റീലിൽ കണ്ടതാ. ഇങ്ങനെ വെച്ചിട്ട് പാളിയാ. പിന്നെ എങ്ങനെയാണ് ഇത് പാളി കേസ്? ഇത് പാളി കേസ്. അപ്പൊ പൊന്നൂസേ ഇവിടെ പൊന്നൂസേ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പറ. വേഴക്കര മാജിക്ക്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട്